ഇടുക്കി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ആയുർധാര സിദ്ധ വൈദ്യശാലയ്ക്കെതിരെ ആരോപണവുമായി രോഗികൾ അശാസ്ത്രീയമായ രീതിയിൽ വെരിക്കോസ് വെയിൻ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നുവെന്നാണ് പരാതി. ആയുർധാരയിൽ ചികിത്സ നടത്തുന്ന സിൻഡോ ജോസഫിനെതിരെയാണ് ആരോപണം. കട്ടപ്പന 20 ഏക്കർ സ്വദേശി വത്സമ്മ കാലിലെ വെരിക്കോസ് വെയിൻ ചികിത്സയ്ക്കായാണ് ആയുർധാര സിദ്ധ വൈദ്യശാലയിൽ എത്തിയത്. വെരിക്കോസ് വെയിനിലെ രക്തം കളയുന്നതിന് അശാസ്ത്രീയമായ രീതി ഉപയോഗിച്ചുവെന്നാണ് ആരോപണം. ചികിത്സയ്ക്ക് പിന്നാലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും കാരിത്താസ് ആശുപത്രിയിലും ഇവർ ചികിത്സ തേടി. 5 ദിവസം തിരുമ്മിപ്പം പിന്നെ ചൊറിച്ചിൽ തുടങ്ങി. കാലിൻ്റെ ഒരു വശം മൊത്തം ചൊറിഞ്ഞ് തടിച്ചപ്പോൾ 3-4 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ ഈ കാലേലും പറഞ്ഞു, ഇതിനും കരുവാളിച്ച് ഞരമ്പ് കിടപ്പുണ്ടല്ലോ, ഇതൊരു ഇഞ്ചക്ഷൻ കുത്തണമെന്ന് പറഞ്ഞു. പിന്നെ അതോടുകൂടി അങ്ങ് സീരിയസ് തുടങ്ങി. എൻ്റെ ദേഹവും കാലും കൈയും അലർജിയായി, ചൊറിഞ്ഞ് തടിക്കാൻ പാടില്ല. ഞാൻ ചെല്ലുന്നുണ്ട്, എല്ലാ ആഴ്ചയും ചെല്ലുമ്പം ഡോക്ടറോട് പറയും, ചേച്ചിക്ക് അലർജിയാണ്, പയ്യേ കുറയുള്ളൂ, ചേച്ചിക്ക് അലർജി ദേഹത്തുണ്ട്, അതുകൊണ്ട് അല്ലാതെ പേടിക്കാനൊന്നുമില്ല, പതിയെ കുറഞ്ഞോളും കേട്ടോ എന്ന് പറഞ്ഞു. മുട്ടിന്റെ ചികിത്സയ്ക്കായി എത്തിയ ഇരട്ടയാർ സ്വദേശി ലിൻസ് തോമസും സമാനമായ ആരോപണം ഉന്നയിക്കുന്നു. 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത്. 4 ദിവസം തിരുമ്മി കഴിഞ്ഞിട്ടും കിഴി പിടിച്ചിട്ടും കുറഞ്ഞില്ല. അന്നേരം പറഞ്ഞു നീര് കയറിയിട്ടുണ്ട്, അക്യുപഞ്ചർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് സർജിക്കൽ ബ്ലേഡ് വെച്ച് അത് 3 ഇടത്ത് കീറി. ഒരിടത്ത് ഒരു 58 മുറിവ് വെച്ചിട്ടുണ്ട്. ഫോട്ടോയും കാര്യങ്ങളൊന്നും ചെയ്തതിൻ്റെ ഉണ്ട് കയ്യിൽ. എന്നിട്ടും കുറയാതെ വന്ന് നല്ല വേദനയുമായി. അത് കഴിഞ്ഞ് കുറേ ദിവസം ഇരിപ്പുമായി. അത് കഴിഞ്ഞ് കുറയാതെ വന്നപ്പോൾ ഇവിടെ അടുത്തുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെന്നു. MRI എടുത്തപ്പോൾ മുട്ടിയട്ടയ്ക്കകത്ത് പാടയ്ക്ക് കീറലും സംഭവിച്ചിട്ടുണ്ട്. 5 നാഡീഞരമ്പുകൾക്ക് പൊട്ടലും വന്നിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ആയുർധാര ഉടമയും ചികിത്സ നടത്തുന്ന ആളുമായ സിൻഡോ ജോസഫ്. അമ്മ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് പഥ്യം പാലിക്കാത്തതിന് പേരിൽ അവർക്ക് വന്നാകുന്ന അലർജി, അത് നമുക്ക് ഞാൻ പറഞ്ഞു അലർജി കയറിയിട്ടുണ്ട് അമ്മ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പറ്റില്ല. അമ്മേനെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവർ ആശുപത്രിയിലേക്ക് പോയേക്കുന്നത്. 3 ഡോക്ടർമാർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ 3 ഡോക്ടർമാരെയും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം നമ്മൾ നടക്കുന്നത്. എല്ലാ നിയമപ്രകാരമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ സർട്ടിഫിക്കറ്റും ലൈസൻസും എല്ലാം ഉണ്ട്. അശാസ്ത്രീയവും അംഗീകാരമില്ലാത്തതുമായ ചികിത്സയ്ക്കെതിരെ സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകവും കേരള മെഡിക്കൽ കൗൺസിലിന് പരാതി നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.